ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ദക്ഷിണ കൊറിയയിലെ യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ചിൽ 2025 ജൂലൈ 18 നടന്ന പോലീസ് റെയ്ഡിനെ കുറിച്ചാണ്. ഈ റെയ്ഡ് ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയെ ഞെട്ടിച്ചു. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണോ അതോ സഭയുടെ അഴിമതിയാണോ? ഈ വീഡിയോയിൽ യോയിഡോ സഭയുടെ വളർച്ച, രാഷ്ട്രീയ സ്വാധീനം, അമേരിക്കയുടെ നിലപാടുകൾ എന്നിവ പരിശോധിക്കുകയാണ്. ഒപ്പം ഈ റെയ്ഡിനെ തുടർന്ന് എന്ത് സംഭവിച്ചുവെന്നും നമുക്ക് അന്വേഷിക്കാം. 2 മാസം മുൻപ്, അതായത് 2025 ജൂലൈ 18 സിയോളിലെ യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലീസ് റെയ്ഡ് നടന്നു. 5,80,000-ലധികം അംഗങ്ങളുള്ള ഈ സഭ ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയാണ്. സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലും അനുബന്ധ സ്ഥാപനങ്ങളിലും നടന്ന റെയ്ഡിൽ പോലീസ് നിരവധി ഫിനാൻഷ്യൽ രേഖകളും ഡോക്യുമെൻറ്റുകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തു. കൊറിയയിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറി. റെയ്ഡ് കഴിഞ്ഞിട്ട് 2 മാസമായി. ഇതുവരെ എന്തെങ്കിലും അഴിമതി കണ്ടെത്തിയെന്നോ ടാക്സ് വെട്ടിപ്പ് കണ്ടെത്തിയെന്നോ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. സഭാ നേതാക്കൾ ഇതിനെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് തന്നെ വിളിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭയായ ഈ യോയിഡോ സഭയിൽ പോലീസ് വരുന്നതും റെയ്ഡ് നടത്തുന്നതുമൊന്നും ആദ്യമല്ല. 2014 സഭാസ്ഥാപകനായിരുന്ന പാസ്റ്റർ ഡേവിഡ് യോങ്കിച്ചോയ്ക്കെതിരെ വലിയ സാമ്പത്തിക ആരോപണങ്ങളുണ്ടായി. അന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതി അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ റെയ്ഡ് അനാവശ്യവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ളതുമാണെന്ന് സഭ കൃത്യമായി പറയുന്നു. യോയിഡോ സഭയുടെ ആരംഭം, അതിൻ്റെ വളർച്ച, അതിൻ്റെ രാഷ്ട്രീയ സ്വാധീനം, അവരുടെ നിലപാടുകൾ എന്നിവയെക്കുറിച്ച് ചുരുക്കമായി ഒന്ന് പറഞ്ഞിട്ട് റെയ്ഡിൻ്റെ വാർത്തയിലേക്ക് നമുക്കെത്താം. ജപ്പാനുമായുള്ള യുദ്ധം കൊണ്ടും കൊറിയൻ വിഭജനം കൊണ്ടും തകർന്ന കൊറിയയിലെ സിയോൾ നഗരപ്രാന്തത്തിൽ ഒരു ചേരിയിൽ 1958 ഡേവിഡ് യോങ്കിച്ചോ എന്ന യുവാവ് സ്ഥാപിച്ച പെന്തക്കോസ്ത് സഭയാണ് ഇന്ന് യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ച് എന്ന പേരിൽ ലോകപ്രസിദ്ധമായിരിക്കുന്നത്. 1970-കളിൽ ഈ സഭയ്ക്ക് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. 1980-കളായപ്പോഴേക്കും സഭാംഗങ്ങളുടെ എണ്ണം 5 ലക്ഷത്തോളമായി. ഇടക്കാലത്ത് വലിയ പ്രതിസന്ധികളിൽ സഭ അകപ്പെട്ടെങ്കിലും ഇപ്പോഴും 5,80,000-ലധികം അംഗങ്ങൾ സഭയ്ക്കുണ്ട്. സഭാസ്ഥാപകനായ ഡേവിഡ് യോങ്കിച്ചോ ആത്മീയമായും സാമ്പത്തികമായും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമായി യേശുക്രിസ്തുവിനെ കൊറിയക്കാർക്ക് പരിചയപ്പെടുത്തി. ഈ ആശയത്തിന് വലിയ അംഗീകാരം ലഭിച്ചു. കൊറിയയുടെ അക്കാലത്തെ സാമ്പത്തിക വളർച്ചയോട് ചേർന്ന് സഭ പ്രവർത്തിച്ചു. രാഷ്ട്രീയമായി സഭ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന ആശയത്തെ ശക്തമായി പിന്തുണച്ചു. 1970-80-കളിൽ അന്നത്തെ കൊറിയൻ പ്രസിഡൻ്റായ പാർക്ക് ചോങ് ഹിയുടെ ഭരണകൂടവുമായി സഭ നന്നായി സഹകരിച്ചിരുന്നു. 2007 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സഭയുടെ പിന്തുണ ലീ മയോങ് ബാക്കിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതും അതിനൊരു കാരണമായി മാറി. 2022 യൂൺ സൂക് യോളിനെയും സഭ പിന്തുണച്ചു. സാമൂഹ്യ വിഷയങ്ങളിലുള്ള സഭയുടെ നിലപാട് നോക്കിയാൽ രാജ്യത്തെ യുവജനങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്കും അധാർമികതയിലേക്കും തള്ളിവിടുന്ന LGBTQ+ അവകാശങ്ങൾ, അബോർഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ സഭ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് യാഥാസ്ഥികരായ ക്രിസ്ത്യൻ വോട്ടർമാരെ സഭയുടെ നിലപാടുകളോട് ചേർത്ത് നിർത്തി. അതിനാൽ തന്നെ രാജ്യത്തെ ലിബറൽ രാഷ്ട്രീയക്കാരുടെ കണ്ണിൽ യോങ്കിച്ചോയുടെ സഭ എന്നും ഒരു കരടായി അവശേഷിച്ചിരുന്നു. ദക്ഷിണ കൊറിയയിലെ ജനസംഖ്യയിൽ 29% ക്രിസ്ത്യാനികളാണ്. അതിൽ തന്നെ പെന്തക്കോസ്ത് സഭകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇനി റെയ്ഡിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. 2025 റെയ്ഡ് ലിബറൽ ഭരണകൂടത്തിൻ്റെ പ്രസിഡൻ്റായ ലീ ജെ മയൂങ്ങിൻ്റെ യാഥാസ്ഥിക ക്രിസ്തീയ സഭകളോടുള്ളൊരു പകപോക്കലാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. 2022 തെരഞ്ഞെടുപ്പിൽ
കൺസർവേറ്റീവ് പാർട്ടിക്കാണ് യോയിഡോ സഭയും മറ്റു പ്രമുഖ യാഥാസ്ഥിക ക്രിസ്തീയ സഭകളും പിന്തുണ നൽകിയത്. ഇതിൻ്റെ പകവീട്ടലാണ് ലിബറലുകൾ യോയിഡോ സഭയെ വേട്ടയാടുവാൻ കാരണമാക്കിയത് എന്ന് കരുതുന്നു. ജൂലൈ 18-ന് യോയിഡോയ്ക്ക് പുറമെ പ്രമുഖ സഭകളായ സരങ് ജെയിൻ ചർച്ച്, യൂണിഫിക്കേഷൻ ചർച്ച് എന്നിവയിലും റെയ്ഡുകൾ നടന്നിരുന്നു. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായ ഒരു ആക്രമണമാണ്, പീഡനമാണ് എന്ന പേരിൽ യോയിഡോ സഭാംഗങ്ങൾ സൃഷ്ടിച്ച ഹാഷ്ടാഗ് അന്ന് കൊറിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഇനി ഈ വിഷയത്തിൽ അമേരിക്കയും പ്രസിഡന്റ് ട്രംപും എന്ത് നിലപാടെടുത്തെന്ന് നോക്കുന്നത് കൂടെ രസകരമായിരിക്കും. സൗത്ത് കൊറിയയുടെ വളർച്ചയുടെയും നിലനിൽപ്പിൻ്റെയും ചാലക ശക്തി ശരിക്കും അമേരിക്കയാണ്. അതിനാൽ തന്നെ കൊറിയയിൽ സഭകൾക്കെതിരെ നടന്ന റെയ്ഡ് അതിവേഗം അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. പ്രത്യേകിച്ച് അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തങ്ങളുടെ ഏറ്റവും അടുത്ത പാർട്ട്നേഴ്സ് ആയിരിക്കുന്ന സൗത്ത് കൊറിയയിൽ നടന്ന ഈ സംഭവത്തെ വിഷസ് റെയ്ഡ്സ് ഓൺ ചർച്ചസ് എന്ന് പരിഹസിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്താണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. ദക്ഷിണ കൊറിയയിലെ ലിബറൽ ഗവൺമെൻറ് ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മയൂങ്ങിൻ്റെ അമേരിക്കൻ സന്ദർശന സമയമായിരുന്നു അത്. വൈറ്റ് ഹൗസിലേക്ക് അദ്ദേഹം സന്ദർശനത്തിന് എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ട്രംപ് ഈ ട്വീറ്റ് നടത്തിയത്. ഇത് അമേരിക്കയും കൊറിയയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ പൊട്ടിത്തെറികൾക്ക് കാരണമാവുകയും ചെയ്തു. അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾ ഗ്ലോബൽ റിലീജിയസ് ഫ്രീഡം പോലെയുള്ള ക്യാമ്പയിനുകൾ ആരംഭിച്ചു. WCC, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, ആശങ്കാജനകമെന്ന് വിളിച്ച് ഈ റെയ്ഡിനെ അപലപിച്ചു. ഇനി ഈ റെയ്ഡ് മൂലം സഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും കൂടെ പരിശോധിക്കാം. പോലീസ് റെയ്ഡ് യോയിഡോ സഭയെ ദുർബലമാക്കിയില്ല, മറിച്ച് ആ സഭ ശക്തിപ്പെടുവാനും ഒന്നും കൂടെ ഐക്യതയിലേക്ക് വരുവാനും അത് കാരണമായി തീർന്നു. റെയ്ഡ് നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം 1,00,000 അംഗങ്ങൾ പ്രാർത്ഥനയ്ക്കായി സഭയിൽ ഒന്നിച്ചുകൂടി. കൊറിയയിലുടനീളം എക്സിൽ സേവ് യോയിഡോ ചർച്ച് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി മാറി. യോങ്കിച്ചോയ്ക്ക് ശേഷം സഭയെ നയിക്കുന്ന നേതാവ് ഡോക്ടർ ലീ യോങ് ഹൂൺ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. റെയ്ഡിന് ശേഷം കഴിഞ്ഞ 2 മാസം കൊണ്ട് സഭയുടെ അംഗസംഖ്യയിൽ ചെറിയ നിലയിലുള്ള വർധനവുണ്ടായെന്നും സഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. പീഡനത്തിനെതിരെ സഭ ഒന്നിച്ചു. ഞങ്ങൾ നിയമ പോരാട്ടത്തിലാണ്, ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, സഭ വ്യക്തമാക്കുന്നു. ഈ സഭയുടെ വലിപ്പം കൊറിയൻ രാഷ്ട്രീയത്തിൽ ഒരു മോറൽ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടാതെ അന്താരാഷ്ട്ര തലത്തിലും സഭയുടെ സ്വാധീനം വലുതാണ്. അതിനാൽ തന്നെ ലിബറൽ രാഷ്ട്രീയക്കാർ സഭയ്ക്കെതിരാണെങ്കിലും കാര്യമായ പ്രതികാര നടപടികളിലേക്ക് ഇനി നീങ്ങുകയില്ല എന്നാണ് പ്രതീക്ഷ. ഏതായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭയായ യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ച് ശക്തിയോടെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ വളർച്ചയും ആ സഭയുടെ ഇടപെടലുകളും ലോകമെങ്ങുമുള്ള സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക്, പെന്തക്കോസ്ത് സഭകൾക്കെല്ലാം അനുഗ്രഹമാണ്. ആ സഭ ദീർഘകാലം അനുഗ്രഹത്തോടെ നിൽക്കട്ടെ എന്നും അതിനെ കൃത്യമായി നയിക്കുവാൻ അതിൻ്റെ ലീഡേഴ്സിനെ കൃപ ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.